എടാ പണ്ട് തൊട്ടേ അതായത് ഞാനൊക്കെ കോമിക്സ് വായിക്കുന്ന സമയം തൊട്ടേ ഞാൻ കേട്ടിട്ടുള്ള ഒരാളാണ് സാന്റാക്ലോസ് എന്ന് പറയുന്നത്. ക്രിസ്മസ് ആകുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും, ലോകത്തെ എല്ലാ കുട്ടികൾക്കും യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന ആളാണ് സാന്റാക്ലോസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന സാന്റാക്ലോസ് എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ കൊടുത്തിട്ട് ഇങ്ങനെ ക്രിസ്മസ് ഇങ്ങനെ കഴിഞ്ഞു പോകും. അപ്പോൾ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, എക്കണോമിക്സിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്കറിയാം നമ്മുടെ അവസാനത്തെ പരീക്ഷ എക്കണോമിക്സിൻ്റെ പരീക്ഷയാണ് അല്ലേ. അപ്പോൾ ആ എക്കണോമിക്സിൻ്റെ പരീക്ഷയ്ക്ക് സാന്റാക്ലോസ് നിങ്ങൾക്ക് സമ്മാനം തന്നാലും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് സമ്മാനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പെട്ടിയിലുള്ള സമ്മാനങ്ങൾ ഞാൻ പൊട്ടിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ പരീക്ഷയ്ക്ക്, നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പോകുന്ന ചോദ്യങ്ങൾ കേട്ടോ. നിങ്ങൾ പരീക്ഷ പേപ്പറിൽ കാണാൻ പോകുന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ ചോദ്യങ്ങളെല്ലാം വരുമെന്നല്ല പറഞ്ഞത്, ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഠിച്ചേക്കാം. ഇതിൽ ഒരു 80% ചോദ്യങ്ങളും നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ നോക്കിക്കോളൂ ഏതൊക്കെയാണ് ചോദ്യങ്ങൾ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, നമ്മളെ 5 മാർക്കിന് ചോദ്യം വരാൻ ചാൻസ് ഉള്ള മൈക്രോ എക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്, പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോർ. ഇതിലേതെങ്കിലും ഒന്ന് എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് ചോദിക്കും, അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ച് ചോദിക്കുകയാണെങ്കിൽ 5 മാർക്കിന് എന്നുള്ള മാർക്ക് എന്ത് ചെയ്യും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് പഠിച്ചുക, പ്രൈസ് സീലിംഗ് എന്താ, പ്രൈസ് ഫ്ലോർ മലയാളത്തിൽ പറയും വില പരിധിയും തറവിലയും. അപ്പോൾ പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറവില, പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ വില പരിധി. ഈ രണ്ട് കാര്യം എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും പഠിച്ചുക, പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ, എക്സ്പ്ലെയിൻ 3 കണ്ടീഷൻസ് ഫോർ ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എങ്ങനെയാണെന്ന് പരീക്ഷ ചോദിക്കും. ഒന്നുകിൽ എന്താ ചോദിക്കുക, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന ടേമാണ് നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടത്. അൾട്ടിമേറ്റ്ലി അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം പരമാവധിയാക്കുന്ന പരിപാടി അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർഫെക്റ്റ് കോമ്പിനേഷൻ്റെ മെയിൻ കോൺസെപ്റ്റ് തന്നെ അതാണ് അല്ലേ. ഈ പറഞ്ഞ പ്രൈസ് ഇസിക്വൽ ടു MAR ഇസിക്വൽ ടു MR ഇസിക്വൽ ടു AR ഇസിക്വൽ ടു പഠിച്ചിട്ടുണ്ട്. ഇവിടെ MC കർവ് കട്ട് ചെയ്ത് പോകുന്നു, AC കർവ് കട്ട് ചെയ്ത് പോകുന്ന കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ ചോദ്യം ഇതാണ്, ഈ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നിർബന്ധമായിട്ട് പഠിക്കുക. അതിൽ പരീക്ഷയ്ക്ക് ചോദ്യം ഷുവറായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ഭാഗം എന്താ, ഇതാണ് 3 കണ്ടീഷൻസ്. ഓക്കെ, ലാഭം പരമാവധിയാക്കാനുള്ള 3 കണ്ടീഷൻസ് ചോദിക്കും. അത് നിങ്ങൾ ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി വരക്കണം എന്ന് പറയുന്ന ചോദ്യം വരിക. ഈ ചോദ്യം വന്നാൽ 8 മാർക്കിന് ചോദ്യം ഉണ്ടാവും. 8 മാർക്കിന് ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഡയഗ്രമൊക്കെ വെച്ച് വരക്കുമ്പോൾ അത്യാവശ്യം നല്ല പോലെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരക്കാനുണ്ടാവും. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. വെറുതെ നേരിട്ട് 3 കണ്ടീഷൻ മാത്രം എഴുതി വെച്ചിട്ട് എനിക്ക് 8 മാർക്കായി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യമാണ്. അതായത് നമ്മുടെ മാക്രോ എക്കണോമിക്സിന് ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, മാക്രോയിലെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആകെ തോന്നിയൊരു ചാപ്റ്റർ അത് മാത്രമായിരിക്കും. അതിൽ നിന്നുള്ള ചോദ്യം ഇതാണ്, എമർജൻസ് ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ആധുനിക മാക്രോ എക്കണോമിക്സ് എന്ന് പറയുക ആധുനിക സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവം, അതിനെക്കുറിച്ച് നോട്ട് എഴുതാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, 1929 ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ച് എഴുതാൻ പറയും. 2 ചോദിച്ചാലും ഒരേ ആൻസറാണ്. നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഈ കാര്യം പഠിച്ചിട്ട് അത് വൃത്തിയായി പഠിച്ചേക്കാം. മാക്സിമം ഒരു 4 മാർക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ചോദ്യം വരാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം. നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ചാപ്റ്റർ നിങ്ങൾക്കറിയാം. മാക്രോ എക്കണോമിക്സിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇതാണ്, അഥവാ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇക്വേഷൻസ് വരുന്നത് അല്ലേ. അപ്പോൾ അവിടുന്ന് ചോദ്യം തന്നെ വരിക, നമ്മുടെ 3 മെത്തേഡ്സ് ഉണ്ട് അല്ലേ. ആ മെത്തേഡ്സിനെ ഞാൻ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. പൈ മെത്തേഡ് എന്ന് പറയും. ഈ പൈ മെത്തേഡ് വെച്ചിട്ട്, അതായത് പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഈ 3 മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ തന്നിട്ട് ഒന്നുകിൽ വാല്യൂ തന്നിട്ട് എന്ത് ചെയ്യാൻ പറയും നിങ്ങളോട്, ഈ പറഞ്ഞ നമ്മുടെ എത്രയാണോ എമൗണ്ട് വെച്ചാൽ അത് കണ്ടുപിടിക്കാൻ പറയും, നാഷണൽ ഇൻകം എത്ര കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ഓരോ മെത്തേഡും എന്താണെന്ന് എഴുതിയിട്ട് അതിന് 2 മെത്തേഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ത് ചെയ്യും പറയും. പരീക്ഷ ചോദിക്കുകയാണെങ്കിൽ 8 മാർക്കിനായിരിക്കും ഈ ചോദ്യം വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ GDP കണക്കാക്കാൻ വേണ്ടിയാണ്. കാൽക്കുലേറ്റ് GDP യൂസിങ് എക്സ്പെൻഡിച്ചർ ഓർ ഇൻകം മെത്തേഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് അതേ മോഡലാണിത്. ഒന്നുകിൽ എക്സ്പെൻഡിച്ചർ നമുക്ക് തരും. ഓക്കെ, നമ്മുടെ എക്സ്പെൻഡിച്ചർ വ്യത്യസ്തമായുള്ള മേഖലയിൽ 4 സെക്ടർ ഉണ്ടല്ലോ, കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, ഇങ്ങനെ 4 തരും. ആ എക്സ്പെൻഡിച്ചർ വന്നിട്ട് നമ്മുടെ വരുമാനം കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ഇൻകം മെത്തേഡ്, ഈ പറഞ്ഞ റെൻറ്റ്, ഇൻട്രസ്റ്റ്, വേജ് ആൻഡ് നമ്മൾ ഈ പറഞ്ഞ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ്, ഈ പറഞ്ഞ 4 ആൾക്കാരെ വെച്ചിട്ട് ഒന്നുകിൽ ഇൻകം വെച്ചിട്ടായിരിക്കും. എങ്ങനെയായിരുന്നാലും ഇങ്ങനൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അത് GDP കണക്കാക്കാൻ വേണ്ടി കാൽക്കുലേഷൻ്റെ പ്രോബ്ലം ആയിരിക്കും തരുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ മോണിറ്ററി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ബൈ RBI. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നിങ്ങൾ ഒരു പക്ഷേ ഷോർട്സിൽ ഈ കാര്യം കണ്ടിട്ടുണ്ടായിരിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ള കുറച്ച് എന്തുണ്ട് മോണിറ്ററി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിലെ മണി സപ്ലൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പണത്തിൻ്റെ പ്രധാനം അല്ലേ. അപ്പോൾ നമ്മുടെ എക്കോണമിയിലെ മണി സപ്ലൈ അഥവാ പണത്തിൻ്റെ പ്രധാനം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അഥവാ നമ്മളത് 2 തരത്തിൽ വിളിക്കാറുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് പറയുമ്പോൾ പരിമാണാത്മകം, ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഗുണാത്മകം. അപ്പോൾ പരിമാണാത്മകമായ നടപടികളുണ്ട്, ഗുണാത്മകമായിട്ടുള്ള നടപടികളുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വാളിറ്റേറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമുക്കൊരു 4 ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിലോ അതൊരു 6 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. വൃത്തിയായിട്ട് പഠിച്ചുക, പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം essay ചോദ്യം വരെ അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാഷണൽ ഇൻകം. ഓക്കെ, ഡ്രോ നാഷണൽ ഇൻകം ഡിറ്റർമിനേഷൻ ഇൻ 2 സെക്ടർ എക്കോണമി. നിങ്ങൾക്ക് തോന്നും ഇത് സെക്കൻഡ് ചാപ്റ്റർ ആണെന്ന്, പക്ഷേ സെക്കൻഡ് ചാപ്റ്റർ അല്ല. നാഷണൽ ഇൻകം എല്ലാം സെക്കൻഡ് ചാപ്റ്റർ അല്ല. ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ എന്നുള്ളതാണ് ഈ പറഞ്ഞത്. അഥവാ 2 സെക്ടർ എക്കോണമിയിലെ ഇൻകം ഡിറ്റർമിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമുക്കറിയാം ഇതെന്താണ് ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഈസ് ഈക്വൽ ടു ഇൻകം എന്ന് പറയാം. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ലൈവിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാരണം കാര്യം മറക്കരുത്. ഇത് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, ഷുവറായിട്ട് ചോദിക്കാം. ഒരു 4 മാർക്കിനെങ്കിലും മിനിമം എന്ത് ചെയ്യാം 2 സെക്ടർ എക്കോണമിയിലെ ഇൻകം ഡിറ്റർമിനേഷൻ ചോദ്യം വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഇൻ ടു മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ. നിങ്ങൾക്ക് ഷുവറായിട്ടും വളരെ ചെറിയ മാർക്ക് ചോദിക്കുന്ന 2 ചോദ്യങ്ങളിൽ പെട്ട ഒരു ചോദ്യമാണിത്. മൈക്രോ എക്കണോമിക്സും മാക്രോ ആയിട്ട് എന്ത് ചെയ്യുക വ്യത്യാസം എഴുതാൻ. ഒന്നുകിൽ മൈക്രോയുടെ വ്യത്യാസങ്ങൾ മാത്രമല്ല, മൈക്രോയും മാക്രോയും പരസ്പരം കമ്പയർ ചെയ്തിട്ട് വ്യത്യാസം എഴുതാം. അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ തരും, അതിൽ മൈക്രോ ഏതാണ് മാക്രോ ഏതാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചെഴുതാനാണ് പറയുക. ഓക്കെ, അപ്പോൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം തമ്മിലുള്ള വ്യത്യാസം നിർബന്ധമായിട്ട് പഠിക്കുക. 1ാമത്തെ ചാപ്റ്ററിലുണ്ട്. അത് മൈക്രോയിൽ നോക്കിയാലും കുഴപ്പമില്ല, മാക്രോയിൽ നോക്കിയാലും കുഴപ്പമില്ല. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ആ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇനി അടുത്തത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് അധികം പേര് ആരും നോക്കാതെ പോകുന്ന ചോദ്യമാണ്. എന്നാൽ ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വലിയ ഉത്തരം എഴുതാൻ പറ്റാത്തൊരു ചോദ്യമാണ്. GDP നമുക്കൊരു വെൽഫെയർ ഇൻഡെക്സ്. വെൽഫെയർ ഇൻഡെക്സ് പറഞ്ഞാൽ എന്താ, ക്ഷേമ സൂചിക അല്ലേ. അപ്പോൾ അതായത് എല്ലാവരും നന്നായിട്ട് ജീവിക്കുന്നതിനാണ് എന്താ പറയുക, ക്ഷേമം എന്ന് പറയുക അല്ലേ. അതിൻ്റെ ഒരു സൂചികയായിട്ട് GDP നമുക്ക് കണക്കാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചേക്കുക ഇല്ല. അതിൻ്റെ കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലൈവിൽ പറഞ്ഞുതരാം. അപ്പോൾ GDP ഒരിക്കലും എന്തല്ല ഒരു ക്ഷേമ സൂചികയായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാറില്ല. ഈ ഒരു ചോദ്യം പഠിച്ചോ പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഒരു 4 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഓക്കെ, നമ്മുടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെക്ടർ നിങ്ങൾക്കറിയാം, ഫേംസും ഉണ്ട് ഹൗസ് ഹോൾഡും ഉണ്ട് അല്ലേ. ഇവർക്കിടയിൽ നമ്മുടെ എന്ത് ചെയ്യും വരുമാനം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കളിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അത് വൃത്തിയായിട്ട് പഠിച്ചോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മണി ഫ്ലോയും റിയൽ ഫ്ലോയും കൃത്യമായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദ്യമാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ TVC, TFC, AFC, AC, ABC, MC. ഈ പറഞ്ഞ ഇത്രയും ആൾക്കാർ ഒരു 5 ആൾക്കാരൊക്കെ സാധാരണ തരിക. 5ൽ കൂടുതൽ ആൾക്കാർ തന്നു കഴിഞ്ഞാൽ 5ൽ കൂടുതൽ മാർക്കിന് നമുക്കവിടെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞതിൽ ഒന്നും തരാതെ ചോദിക്കുകയാണെങ്കിൽ 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം ഇത് പ്രതീക്ഷിക്കാം. അപ്പോൾ 4 മാർക്കിനെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇത് കാൽക്കുലേഷൻ പ്രോബ്ലത്തിൽ പെടുത്താൻ കേട്ടോ. നമ്മുടെ കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്റർ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാൽക്കുലേഷൻ പ്രോബ്ലംസിലാണ് സാധാരണ വരിക. അപ്പോൾ ഈ ഓരോ ഇക്വേഷനും കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും സംശയമുള്ളവർക്ക് എന്ത് ചെയ്യാം ലൈവിൽ വരാം, ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഓക്കെ, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള കൺസ്യൂമർ ഇക്വിലിബ്രിയം അല്ലേ. ബജറ്റ് ലൈൻ അറിയാം, ഈ പറഞ്ഞ നമ്മുടെ ഇൻഡിഫറൻസ് കർവ് അറിയാം. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഇത് 2 കൂട്ടിമുട്ടുന്ന പോയിന്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും ഇക്വിലിബ്രിയം വരക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം എന്ത് ചെയ്യാം സെക്കൻഡ് ചാപ്റ്റർ എന്നാണ് മൈക്രോയിൽ ഓണത്തിന് ചോദിച്ചതാണ്. എന്നാലും എന്ത് ചെയ്യും ക്രിസ്മസിന് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ARഉം MRഉം തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ, 4ാമത്തെ ചാപ്റ്റർ നമ്മുടെ മൈക്രോ എക്കണോമിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ്. അവിടെയുള്ള AR കർവും MR കർവും തമ്മിലുള്ള ബന്ധം ചോദിക്കും. അപ്പോൾ ARഉം MRഉം സാറേ ഇത് രണ്ടും ഒന്നല്ലേ? യെസ്. ഈ ഒരു ക്വസ്റ്റ്യൻ മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചിലപ്പോൾ നിങ്ങൾക്ക് അത് നേരെ പകരം ARന് പകരം ACയും MRന് പകരം MCയും വെച്ചിട്ട് എന്ത് ചെയ്യാം ചോദ്യം ചോദിക്കാം. അപ്പം അങ്ങനെയും എന്ത് ചെയ്യുക പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ MPC, MPS, APC, APS എന്ന് പറയുന്ന ഈ 4 ആൾക്കാരും വരുന്നത് നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ അഥവാ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ. അവിടെ നിന്നാണ് MPC കണ്ടുപിടിക്കുക, MPS കണ്ടുപിടിക്കുക, APC കണ്ടുപിടിക്കുക, APS കണ്ടുപിടിക്കുക. വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ സിമ്പിളായിട്ട് പഠിക്കാൻ ഇക്വേഷൻ ഒക്കെ എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാമെന്ന് ഞാൻ ലൈവിൽ പറഞ്ഞുതരാം. നിങ്ങൾ ലൈവിലേക്ക് കയറി വന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് കൊണ്ട് ഞാൻ ചേർത്തുള്ള വേറെ ഒന്നുമില്ല. ക്രിസ്മസിന് സാന്റാക്ലോസ് നിങ്ങൾക്ക് സമ്മാനം തന്നാലും ഇല്ലെങ്കിലും ക്രിസ്മസ് പരീക്ഷയ്ക്ക് എക്കണോമിക്സിൻ്റെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമ്മാനം നിങ്ങൾ പൊട്ടിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കാം. അല്ലാത്തത് ഇനിയും ബാക്കി കുറേ സമ്മാനങ്ങളുണ്ട്. ആ സമ്മാനങ്ങളൊക്കെ നമ്മൾ തുറക്കാൻ പോകുന്നത് ലൈവിൻ്റെ പറ്റിയിലാണ്. അപ്പോൾ ലൈവ് എന്ന് പറയുന്നത് വലിയൊരു ചാക്ക് നോക്കിയിട്ട് ഞാൻ വരും. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അവിടേക്ക് എൻ്റെ മക്കൾ എല്ലാവരും വരുന്ന വിശ്വാസത്തിൽ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.